ഫൈസീന്റെ കഥ ഓൻ ജനിക്കണേനേക്കാളും മുമ്പേ തുടങ്ങിയിരിക്കുന്നു. അതെയാ, അൽഹംദുലില്ലാ. അങ്ങനെ ഞമ്മക്കൊരു മോൻ, ഓനൊരു സുന്ദരനാവും. ഞമ്മൾ ഓന് ഫൈസലിന് പേരിടും, എന്നിട്ട് ഫൈസിന്ന് വിളിക്കും. ഞമ്മൾ ഉണ്ടാക്കണ സ്വത്തുക്കളുടെ ഒക്കെ അവകാശി. അതാണ് നമ്മൾ പറഞ്ഞ് പൈസ ജനിക്കുന്നതിന് മുമ്പേ ഓന്റെ കഥ തുടങ്ങിയിരിക്കുന്നതെന്ന്. ഒമ്പത് മാസത്തില് അബ്ദുൾ റസാഖ് ഫരീദക്ക് വാങ്ങിക്കൊടുക്കാത്ത ഒന്നുമില്ല. ഓളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും കൊഞ്ചിച്ചും ഒക്കെ കൊണ്ടു നടന്നു. അങ്ങനെ ഒടുക്കം ഓലാഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. പെൺകുട്ടിയാ? ഓല് ഓക്ക് ഫാത്തിമ എന്ന് പേര് കണ്ട്. അബ്ദുൾ റസാഖിന് ഫൈസിയെ കിട്ടാൻ വേണ്ടി ഓല് വേഗം അടുത്ത കുഞ്ഞിനുള്ള പണി നോക്കി. അങ്ങനെ ഫരീദ ഒന്നുകൂടെ പ്രസവിച്ചു. എന്തു കുട്ടിയാ? പെൺകുഞ്ഞാ. ഓല് ഓക്ക് ഫൗസിയാന്ന് പേര് കണ്ട്. അടുത്ത കൊല്ലതാ ഫരീദ പിന്നെയും പ്രസവ മുറിയില്. പെൺകുഞ്ഞാ? ഓല് ഓക്ക് പേര് കണ്ടത് ഫിറോസാന്ന്. അടുത്ത കൊല്ലം അതേ സ്ഥലം അതേ സമയം. പഠിച്ചാമ്പരാനെ ഇത്തവണെങ്കിലും ഒരു ആൺകുട്ടി ആയിരിക്കണേ പഠിച്ചോനെ. അല്ലാ, പെൺകുട്ടിയാ? ഓളെ വിളിച്ച പേര് ഫസീഹ. കുടുംബങ്ങൾ വലുതായി വന്നപ്പം അബ്ദുൾ റസാഖിന്റെ കച്ചവടം വലുതായി. 2 കൊല്ലം കഴിഞ്ഞപ്പം ഫരീദാക്ക് പിന്നെയും വിശേഷമായി. പക്ഷെ ഇത്തവണ പ്രസവിക്കാൻ നേരായപ്പോഴേക്കും അബ്ദുൾ റസാഖ് ദുബായിലേക്ക് പുറപ്പെട്ടു. ഫരീദാന്റെ ആരെങ്കിലും ഉണ്ടോ? ഫരീദന്റെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടി എന്താണ്? ആൺകുട്ടിയാ? ഹലോ, അതുമില്ലേ? അൽഹംദുലില്ലാ. എല്ലാം ഒരു കിനാവാണെന്ന് തോന്നുമ്പോഴേക്കും എന്റെ പൈസ എത്തിയല്ല. അൽഹംദുലില്ലാ.
തുടർച്ചയായിട്ടുള്ള പ്രസവങ്ങൾ കാരണം ഫരീദാക്ക് തീരെ സുഖമില്ലാണ്ടായി. ഓളെല്ലാരും വിട്ടുപോയി. ഓനെ കാണാത്തൊരു ബാപ്പന്റെയും ഓനെ കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത 4 കൊച്ചി ഇത്താത്തന്മാരെ അടുത്താണ് ഫൈസിന്റെ ഉമ്മ ഓനാക്കിപ്പോയത്. കരയണ്ട കരയണ്ട കരയണ്ട. അന്നായിരുന്നു പൈസയുടെ നാവില് ആദ്യമായിട്ട് മധുരം തൊട്ടത്. ഫരീദാന്റെ മരണത്തിന് ശേഷം അബ്ദുൾ റസാഖ് മക്കളെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉമ്മ ഇല്ലാത്ത ആ വീട്ടില് പൈസനെ വളർത്തിക്കൊണ്ടുവന്ന് ഓന്റെ 4 ഇത്താത്തമാരാണ്. ഓല ദുനിയാവിലും മനസ്സിലും അടുക്കളയിലും കൂടിയായിട്ട് അങ്ങനെ വളർന്നു. ഉമ്മ ഇല്ലാത്തതിന്റെ കുറവ് കഴിയണതും ഓനെ അറിയിച്ചിട്ടില്ല. ഓന് വേണ്ടി ഉമ്മ ഉണ്ടാക്കുന്നത് പോലത്തെ പലഹാരം വരെ അവനുണ്ടാക്കി കൊടുത്തു. പക്ഷെ വിചാരിക്കുന്നതിന് മുമ്പേ ഓല അടുക്കള കയ്യിലാക്കി. ഓല പണികളൊക്കെ ഓരോ തമാശയും കളികളൊക്കെ ആക്കി മാറ്റി ഓനെ രസിപ്പിച്ചു. പക്ഷേ ഇതൊന്നും ഓലെ ബാപ്പക്ക് ദഹിച്ചില്ല. അനക്കെന്താണ്ട് അടുക്കളയിൽ പണി? ഇങ്ങോട്ട് വാടാ, പോയിരുന്നു പഠിക്ക്. അങ്ങനെ പൈസ ഒരു ചെറുപ്പക്കാരനായി. പെൺകുട്ടികൾ പ്രായമായപ്പം അബ്ദുൾ റസാഖ് ഓരോരുത്തരെയും പേർഷ്യയിൽ തന്നെ നിക്കാഹ് ചെയ്തും കൊടുത്തു.
അവസാനം ആ വലിയ വീട്ടിൽ ഫൈസി ഒറ്റക്കായി. ഫൈസി, ഇതാണ് എന്റെ പുതിയ ഉമ്മ. ഫൈസി, ഇന്നാ മോൻ ഓരോന്ന് ശരിക്ക് വായിച്ചു നോക്ക്. എന്നിട്ട് വേണം തീരുമാനിക്കാൻ എവിടെ MBA എടുക്കണമെന്ന്. മോനും കൂടെ ചേർന്നിട്ട് വേണം ഉപ്പാക്ക് പുതിയ കുറെ കച്ചവടത്തിലൊക്കെ ഇറങ്ങാൻ. വായിച്ചു നോക്ക്. അല്ലാ. ഫൈസി, ആ തീരുമാനിച്ചോ? UK US? ഞാനെല്ലാം വായിച്ചു നോക്കിയുപ്പ. ആ, UK US എല്ലാവരും പോലും MBA എടുത്തിട്ട് എന്തിനാ? ഉപ്പാന്റെ ശരിയായ ബിസിനസ് സെൻസ് ബാക്കിയുള്ള കച്ചവടക്കാർക്ക് തിരിയണമെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണ്ടേ? ആ, സ്വിറ്റ്സർലൻഡിലൊരു ബെസ്റ്റ് കോഴ്സ് ഉണ്ട്. അടുത്ത ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ. ആ. എനക്ക് അവിടെ പോയി പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇപ്പത്തെ മാർക്കറ്റ് ടൂറിസത്തിനപ്പാ. ഈ ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ് തരക്കേടൊന്നുമില്ല. ഇതൊക്കെ പഠിച്ചാൽ ഞമ്മക്ക് സ്വന്തമായിട്ടൊരു 5 സ്റ്റാർ ഹോട്ടൽ നടത്താൻ പറ്റൂ. ഓഫ് കോഴ്സ്. കാലത്തിനൊപ്പം നീങ്ങണ്ട ഉപ്പ. ഇല്ലെങ്കിൽ എന്താ കാര്യം? നമ്മള് കുറച്ചെങ്കിലും വിട്ടു ചിന്തിക്കണ്ടേ? അയ്യ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും അബ്ദുൾ റസാഖ് പോണ വഴിയിലാണ് മറ്റുള്ളവർ നടക്കണ്ടേ, അല്ലാണ്ട് തിരിച്ചല്ല. ഉപ്പാക്ക് സമ്മതാണ് മോനെ. ഈ തിരിച്ചു വന്നിട്ട് ഞമ്മക്ക് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിലൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാം. കുറെ കാലം വെപ്പുകാരന്റെ ചെക്കൻ അദ്ദൂന്ന് ഉപ്പാനെ വിളിച്ച നാട്ടുകാരെ കൊണ്ട് 5 സ്റ്റാർ മുതലാളി അബ്ദുൾ റസാഖ് എന്ന് എന്റെ മോഹം വിളിപ്പിക്കണം കേട്ടാ. Como si fuese noche, la would be my rap. Que tenga ferdos rap. Y ahora tienen en el que ya me dice que ya sacan plate plate. Y ahora y entonces mañana ya estará mi leco día tip, mi leco día tip. Como si fuese noche. Y ahora y entonces mañana ya estará mi leco día tip, mi leco día tip.
കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാ നീങ്ങുന്നേ. ഫൈസിന്റെ സ്വിറ്റ്സർലൻഡിലെ കോഴ്സും കഴിഞ്ഞ് ലണ്ടനിൽ ഓന് ഇഷ്ടമുള്ള ജോലി കിട്ടിയിട്ടുണ്ട്. ഓനും ഓന്റെ ഗേൾഫ്രണ്ടും കൂടിയിട്ട് ലണ്ടനിൽ വീടെടുത്ത് താമസിക്കാനാ പരിപാടി. ഈ ചെക്കിന് ഇത് എന്തിന്റെ കേടാ? ഈ വെള്ളപ്പാണ്ട് പിടിച്ച പെണ്ണിനല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? കേക്ക്, ഓന്റെ ഇപ്പത്തെ ആവശ്യം എന്താ അറിയോ? ഓൻ ഇനി തിരിച്ചിങ്ങോട്ടില്ല എന്നുള്ള കാര്യം ഇമ്മള് വേണം ഉപ്പാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ല ഉപ്പ അറിഞ്ഞാ പിന്നെ കഴിഞ്ഞു ഓന്റെ കഥ. ഇത് പറയാൻ ഉപ്പന്റെ അടുത്തേക്ക് ചെന്നാ കഴിയണത് ഉമ്മളെ കഥയാ. ഇത്ത വെറുതെ ബേജാറാക്കില്ലേ? തിരിഞ്ഞു കളിക്കാണ്ട് വേഗം ഒരു പ്ലാൻ ഉണ്ടാക്കി നോക്ക്. ഉപ്പ ഇതൊന്നും അറിയാണ്ട് എത്രയും പെട്ടെന്ന് ഓനെ തിരിച്ചു കൊണ്ടുവരണം. എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മളെ പുരയിലേക്ക് വരാൻ ഫൈസിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ? ഏയ് എന്റെ മോൻ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് നിൽക്കൂലെന്ന് മാത്രല്ല അജയരെ, ഞമ്മളെ കുടുംബത്തിൽ തന്നെ പെട്ട വേറെ ആളിൽ ഓന്റെ പിന്നാലെ കൂടുന്നതിന് മുന്നേ ഞമ്മക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാൻ. ഫൈസലിനെ പുതിയാപ്പിളായിട്ട് കിട്ടാൻ ആർക്കും കൊതി തോന്നൂലേ? നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് വിദേശത്തിൽ നിന്ന് പഠിപ്പ് കണ്ടാലോ നല്ല അസൽ മമ്മൂട്ടി ലുക്കല്ലേ? All my people just be rolling up on this spot. This spot's how to spot up on this block. All my people just be rolling up on this spot. പൈസേ This spot's how to spot up on this block. ഇതെന്ത് കോലണ്ട. ആ പൈസേ, ഇത് കല്ലുമ്മത്തൊടിയിലെ ആചാര എന്റെ ഭാവിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. All my people just be rolling up on this spot. This spot's how to spot up on this block. Hi. All my people just be rolling up on this spot. എന്നാ ബാ. ആ, മോൻ അബ്ദുല്ലാന്റെ കൂടെ ആ കാറിലോ? ശരി ഇപ്പൊ ശരി. അബ്ദുല്ലാങ്ക് അബ്ദുല്ലാങ്ക് ഇവരൊക്കെ ആരാ? അന്ന പുയ്യാപ്പിളാക്കം വന്നവരാ. പേര് മോനെ എന്നോട് വർത്തമാനം പറയാൻ ഒരു കൂട്ടർ കാത്തിക്കുന്നുണ്ട്. ഹലോ, ഇത്താത്താസൻ കമ്പനി. എടോ പുതിയാപ്പിളെ, നമ്മളോട് പറയണ്ടാണോ പെണ്ണ് കാണാൻ പോകുന്നത്? ഓ, ഇത് നിങ്ങളുടെ പണിയാണല്ലേ? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ക്രിസ്റ്റീനയുടെ കാര്യം. പിന്നെ എന്തിനാ വെറുതെ? നമുക്കൊക്കെ അറിയാം. എന്നാലൊന്ന് പോയി കാണണേല് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് തന്നെ ഡാ, പെട്ടെന്ന് ചാടിക്കേറി യെസ് എന്ന് പറഞ്ഞ് വെയിറ്റ് കളയല്ലേ? അതെന്തായാലും ഉണ്ടാവൂല. ഇതിനാണ് എന്നോട് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഓളെ ഞാൻ കൂട്ടിയാണ്. മദാമയൊന്നും കൂടെയില്ലെന്ന് അബ്ദുള്ള അങ്കിള് പറഞ്ഞപ്പോഴാ സമാധാനായത്. മദാമ അടുത്ത ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. ഹലോ 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 ഹലോ. ഒരു തമാശ പറഞ്ഞതാ. ഓള് സ്പെയിനിലേക്ക് ഹോളിഡേക്ക് പോയതാ. 10 ദിവസം കഴിയുമ്പോ നമ്മുടെ ലണ്ടനിലെ ഫ്ലാറ്റ് റെഡിയാവും. അപ്പോഴേക്കും രണ്ടാൾക്കും തിരിച്ചെത്തണം. എന്റെ ഫൈസി, ഒന്നില്ലെങ്കിൽ കാണാൻ നല്ലൊന്നിനും കണ്ടുപിടിച്ചൂടെ? ഇതെന്തിനത് ഒരാളും പെണ്ണും കെട്ട് കോലം? All my people just be rolling up on this spot. This spot's how to spot up on this block. All my people just be rolling up on this spot. This spot's how to spot up on this block. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. യാത്രക്ക് സുഖായിനോ മോനെ? ഓ, ഉഷാറായിരുന്നു. ഷഹാന, വാ റസാഖ്. മോൻ അങ്ങോട്ട് ചെല്ലുമോ? മോനെ അങ്ങോട്ട് നിങ്ങളിരിക്കേ. റസാഖിരി
എന്തൊക്കെയായാലും വിദേശത്ത് നമ്മുടെ നാടിന്റെ ഒരു സുഖമൊന്നും കിട്ടൂലല്ലേ ഫൈസലെ? സുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ പലഹാരമൊന്നും കിട്ടൂല. പഴയ കാലമൊന്നുമല്ലല്ലോ. ഫൈസലും ഷഹാനയും വേണമെങ്കിൽ നേരിട്ട് കണ്ട് വർത്താനം പറഞ്ഞോട്ടെ. പോയിക്കോ. ഹായ്, ഐ എം ഫൈസൽ. ഷഹാന. നിങ്ങളോട് ഇവരൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി ഇതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഹൗ സ്വീറ്റ്. Yeah, it is cute and romantic, but ചായയിൽ എത്ര പഞ്ചസാര വേണമെന്നാ ചോദിച്ചത്. All my people just be rolling up on this spot. oh, two please. Cause this spot's the hottest spot up on this block. എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്, പക്ഷെ ഞാനല്ല. ഇങ്ങനെ തനിച്ച് വർത്താനം പറയാൻ സമ്മതിച്ചപ്പോ I thought the opposite. ഇവിടെ ഇരുന്ന് സംസാരിച്ചോളാൻ പറഞ്ഞത് എന്തിനാന്നറിയോ? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ. ഈ പൊരയില് 4 ഭാഗത്തുനിന്നും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. മേലെ നോക്കിയ എന്റെ വല്യുപ്പ, എളയപ്പ, ഉമ്മുമ്മ. ഇടത്തോട്ട് നോക്കിയ ഇത്താത്ത, ഓരോ ഭർത്താവ്, കുട്ടികള് എല്ലാരും ഉണ്ടാവും. പറയള ഓരോരുത്തരും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റൂല. താങ്ക്സ്. നിങ്ങളെന്തിനാ ഒരു അറേഞ്ച് മാരേജിന് റെഡിയായത്? നിങ്ങളെപ്പോലെ ഒരാള് ഗുഡ് ലുക്കിംഗ്, എഡ്യൂക്കേറ്റഡ് അബ്രോഡ്, എവിടെയെങ്കിലും ഒരു വെള്ളക്കാരി ഗേൾഫ്രണ്ട് ഉണ്ടാവേണ്ടതാണല്ലോ. നിങ്ങൾ എന്തിനാ അറേഞ്ച് മാരേജ് നോക്കുന്നത്? എനിക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിക്കാഹെ കഴിക്കില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഫാമിലി വളരെ ഓർത്തഡോക്സ് ആണ്. I see. നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ എനിക്കൊരു ഈക്വൽ പാർട്ട്ണറെ വേണം. അവനവന്റെ നിലപാടിനൊപ്പം എന്റെ ചിന്തകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാള്. ഇത്താത്താസൻ കമ്പനി പറഞ്ഞിരുന്നു നിങ്ങളങ്ങനെ ആയിരിക്കുമെന്ന്. ഇത്താത്താസൻ എങ്ങനെ അറിയാം? ആദ്യം ഒരു ഇത്താത്ത വന്നിരുന്നു പെണ്ണ് കാണാൻ, പിന്നെ ബാക്കിയുള്ളവരെ കൂട്ടിട്ട് വന്നു. ഇതിപ്പോ പെണ്ണ് കാണലിന്റെ 3ാമത്തെ റൗണ്ടാ. ഗ്രേറ്റ്. I should have guessed. പക്ഷെ എന്നോട് ഇവരാരും ഷഹാനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓ നോ പ്രോബ്ലം, ഞാൻ തന്നെ പറയാം. ഐ എം 21 years old. പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ്. നിക്കാഹ് ആയാലും എന്റെ ജോലി എനിക്ക് ചെയ്യണം, അല്ലാതെ പുറയിൽ കുഞ്ഞുങ്ങളെ നോക്കി മാത്രം ഇരിക്കാനാവൂല. Of course. ഇങ്ങടെ ആ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ, അതിന്റെ ഇന്റീരിയേഴ്സ് ചെയ്താലോ എന്നൊരു ഐഡിയ. അത് നടക്കാൻ വലിയ ചാൻസ് ഇല്ല. ഞാൻ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആണോ? ഞാൻ ആ ഹോട്ടൽ നടത്താൻ പോണില്ല. അത് ഇങ്ങടെ പ്രോജക്റ്റ് അല്ലേ? എന്റെ പ്രോജക്റ്റ് അല്ല, ഉപ്പാന്റെ പ്രോജക്റ്റാ. ഉപ്പാക്കറിയാത്തൊരു കാര്യമുണ്ട്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ചത് ഷെഫിന്റെ ജോലിക്കാ. ഷെഫോ? ഷെഫ് എന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്ന വെള്ളത്തൊപ്പി? അത് തന്നെ. ലണ്ടനിൽ ഒരു 5 സ്റ്റാർ ജോയിന്റ് ഉണ്ട്, ദി ഐവി റെസ്റ്റോറന്റ്. എനിക്കവിടെ സൂ ഷെഫിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. I'll be joining in a week. Excuse me. ഒരു പുതിയാപ്പിളയല്ലേ നമ്മൾ അന്വേഷിച്ച്, അല്ലാണ്ട് ബിരിയാണി കൊടുക്കാൻ ആളെയല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഓലൊക്കെ പുതിയ പൈസക്കാരാ, നമ്മക്ക് ചേരൂലെന്ന്. നമ്മളെ പാരമ്പര്യം പോലല്ലോ, ഓരത് വെപ്പുകാരെ കുടുംബല്ലേ. ഈ വണ്ടി എടുക്ക്. എന്തു പറ്റി അബ്ദുള്ളാക്ക്? നമുക്ക് വേഗം പോകാം, ഉപ്പ വല്ലാതെ ചൂടായി പോയേക്കുന്നു.
കൊല്ലായിട്ട് ഈ എന്നോട് നുണയം പറഞ്ഞ് സ്വിറ്റ്സർലാൻഡിൽ കിടന്ന് നമ്മളെ പൈസ ദൂർത്തടിക്കായിരുന്നല്ലടാ. അങ്ങനെ ധൈര്യം വന്നടാ എനിക്ക്. ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധാരണ MB അല്ലാതെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാന്നല്ലേ. വ്യത്യാസ? എന്ത് വ്യത്യാസ? കുട്ടിക്കാലം മൂലം കേൾക്കണതാ വെപ്പുകാരൻ കോയന്റെ മോൻ അദ്ദൂന്ന്. ആ പേരൊന്ന് മാഞ്ഞു പോവാൻ നമ്മൾ പെരുത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഞമ്മക്കൊരു പേരും നിലയും വിലയുണ്ട്. അപ്പോഴാണ് അവന്റെ ഒരു വ്യത്യാസത്തിലുള്ള വെപ്പ് പണി. അനക്ക് വേറൊന്നും കണ്ടില്ലടാ ചെയ്യാൻ. എന്നാലും അനക്കെങ്ങനെ ഉണ്ടാ ധൈര്യം വന്ന് എന്നോട് കളവ് പറയാൻ? കൈതേ ഉപ്പ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും. നിങ്ങളെ ദേഷ്യം ഞാൻ കള്ളം പറഞ്ഞാലോ അതോ ഞാൻ ഷെഫിന്റെ പണി എടുക്കുന്നേലോ? ഷെഫിന്റെ പണിയാ? അതിന് അന്നെ നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ ഇടങ്ങേറാക്കാനൊന്നും അന്നെ വിടൂല മോനെ. ആചാര്യ സ്ഥലത്ത് ഞമ്മള് പൈസ ഇറക്കിട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കും. ഈ അത് നടത്തുകയും ചെയ്യും. ആചാര്യന്റെ മോളെ തന്നെ കെട്ടുകയും ചെയ്യും. നിങ്ങളുടെ കച്ചവട കണക്കിന് എന്നെ ഒന്ന് ഒഴിവാക്കിക്കൊള്ളി. ഒഴിവാക്കാനോ? പിന്നെ എന്തിനാണ്ട ഇത്രയും പൈസ യൂറോയിൽ ചെലവാക്കിയിട്ട് അന്നെ വിദേശത്ത് അയച്ച് നമ്മൾ പഠിപ്പിച്ചത്? ആ മുതൽ വസൂലാക്കാണ്ടൊന്നും അന്നെ നമ്മളെ എങ്ങോട്ടും വിടൂല മോനെ. നിങ്ങളെ കാശൊക്കെ ഞാൻ തിരിച്ചു തരാം. തിരിച്ചു തരാന്നോ? ഒരുക്കം കെട്ടോനെ. തിരിച്ചു തടാ, എന്റെ കാശ് തിരിച്ചു തടാ. തിരിച്ചു തരാം. ഇപ്പൊ തന്നെ എന്റെ പൈസ തിരിച്ചു തടാന്നാ. ഡ്രാമാറ്റിക് ഉപ്പ. ലണ്ടനിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ആ ശമ്പളം കിട്ടുമ്പോൾ നിങ്ങളുടെ കാശ് ഞാൻ അയച്ചു തരാം. പറ്റൂലടാ, ഒരൊറ്റ പൈസ തിരിച്ചു തരാൻ പറ്റൂല. അന്റെ ഈ പഠിപ്പും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ, എന്റെ പൈസന്റെ ബലത്തിലാ. ഇപ്പൊ എന്റെ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് വെച്ചോണ്ടുള്ള ബാലൻസില് അതിന്ന് നമ്മൾ നിർത്തിച്ചേരാം കേട്ടോ. ഇതൊന്നും ഇല്ലാണ്ട് അനക്ക് എന്ത് വിലയാണുള്ളതെന്ന് കാണാൻ. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇജാതി വർത്താനം പറയുമായിരുന്നു. അന്റെ ഉമ്മ ഞമ്മക്ക് എന്നും ഇടങ്ങേറെ തന്നിട്ടുള്ളൂ. അന്നെ തന്നപ്പോ നമ്മൾ സന്തോഷിച്ചു. പക്ഷെ ഇപ്പഴല്ലടാ കാര്യം തിരിഞ്ഞത്. പൈസ അനക്ക് നമ്മള് നാളെ രാവിലെ വരെ സമയം തരും. അന്റെ ഉപ്പപ്പാനെ പോലൊരു വെപ്പുകാരനാവാനാണെങ്കിൽ പിന്നെ അനക്ക് ഈ പോരയിലും കുടുംബത്തിലും സാധനം ഉണ്ടാവൂല. ഇത് വെറുമ്പാക്കല്ല ഫൈസൽ. അനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പൈസ നല്ലോണം ആലോചിച്ചാണോ മോനെ? ആലോചിച്ച് അബ്ദുള്ളക്ക്, ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫുണ്ട്. അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റൂല. इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है.
ഉപ്പാന്റെ കൂടെ നിക്കാൻ വന്ന ഫൈസിമോൻ ആക്ച്വലി ഇത്താത്തമാർ ഉപ്പാനടുത്ത് പറഞ്ഞു എന്റെ പാസ്പോർട്ടൊക്കെ തിരിച്ചു കിട്ടുന്നവരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അന്റെ ഇത്താത്തമാരങ്ങനെ പറയുവോ? എനക്ക് വേണ്ടി പറയാൻ മൂരന്നല്ലേ ഉള്ളൂ. അത് ശരിയാ. ആകെ ഉള്ള അനിയൻ ചെക്കനെ നട്ടലില്ലാത്തവനാക്കാൻ ഓര് പറഞ്ഞല്ലേ പറ്റൂ. പുസ്തകം നോക്കി ചോറ് വെക്കാൻ പഠിച്ചവനാ. കുറച്ച് എരിയുമ്പളിയൊക്കെ അറിയട്ടെ അല്ലേ? മോനെ ഇത് വെച്ചോ. ഓ, ഫൈസി, ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്റെ ഉപ്പ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ ഉപ്പായെ പോലെയല്ല. ഉപ്പയെ പോലല്ലോ. താങ്ക് ഗോഡ്. മോനെ, കരീംഖാന്ന് വെച്ചാ എന്റെ ഉപ്പാക്ക് പോലും തിരിയാത്ത ടൈപ്പാ. ഒന്ന് ഓർമ്മ ഇരുന്നോട്ടെ. താങ്ക്സ് അബ്ദുള്ള അങ്കിൾ. ഓ ഓനെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. അസ്സലാമു അലൈക്കും മോനെ. വലൈക്കും സ്ലാം. വരി. എടാ അസു, ഇതാണ് ഫൈസല്, ഉസ്താദിന്റെ പേരക്കുട്ടിയാണ്. ഇപ്പൊ ചൂടോടെ അമേരിക്കയിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ ചൂടോടെ ഒരു ചായ കിട്ടെടുത്ത്. ആക്ച്വലി അമേരിക്ക അല്ല, യൂറോപ്പാണ്. അല്ല, അത് രണ്ടും കണക്ക് തന്നെ. അമേരിക്ക യൂറോപ്പ് ഒക്കെ അക്കരെ തന്നെ. ആ ചുമര് വരച്ച് നാറ്റിക്കല്ലേ? എം എഫ് ഹുസൈനാന്ന വിചാരം. ഇതാരാന്ന് മനസ്സിലായോ? ഇല്ല. ഉസ്താദിന്റെ പേരക്കുട്ടി. അതിന് ഉസ്താദിന് കിടാങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ആദ്യമായിട്ട് കേൾക്കും. എടാ പോത്തെ, ദുനിയാവിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വരും. ഉസ്താദ് അത്ര ഓപ്പൺ അല്ല, പ്രത്യേകിച്ച് ഫാമിലി കാര്യത്തിൽ. ഞാൻ നേരെ തിരിച്ചാ. നമുക്ക് 2 ഭാര്യമാരും 9 കുട്ടികളുമാ.
ആദ്യത്തേല് 4 കുട്ടികളും രണ്ടാമത്തേല് 5. ഒന്നിത് പോണ്ട പേര. നിനക്ക് പോലെ 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 നമുക്ക് 4 വെയിറ്റർമാരാ. അതിലിത് ജോണി, അത് ബാബു, സാബു പോലെ ഇരട്ട വെച്ചതാ. ഇനി ഒരുത്തനും കൂടി ഉണ്ട്, ഇസ്മായില്. ഇവിടെ എവിടെങ്കിലും ഒക്കെ കാണും. നിങ്ങളെ പരിചയപ്പെടുത്തിയ ഇല്ല, ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താളാ. ഇത് ഉമ്മറക്ക കരിമിക്കാന്റെ പലകയാന്നാണ് വിചാരം. പക്ഷെ മൂപ്പര് ഇവിടെ എന്താ ചെയ്യുന്നത് കരിമിക്കാക്ക് പോലും പിടിയിട്ടിട്ടില്ല. രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വരെ ഓസി അടിക്കുന്ന ആരാണ് കരിമക്കൊക്കെ ഇവിടുത്തെ കിട്ടിയിട്ട്. കൂടുതൽ പറയിപ്പിക്കല്ലേ. ഈ 4 എണ്ണം ഉണ്ടല്ലോ, ഇവിടുത്തെ കസ്റ്റമേഴ്സോ ഫർണിച്ചറൊന്നല്ല. ഇവിടെ വന്ന് ഇരുന്ന് അങ്ങനെ തന്നെ വേറെ ഇറങ്ങിപ്പോയതാ. ഒരു തരം പാല് പോലെയല്ലോ ഉമ്മർക്ക, കല്ലുമ്മക്കായ പോലെ. Hey. We are Kalumukkayas. That's the name of the band. Oh, you guys are part of a band. Yep. What kind of music? Local folk, Arabic, alternative rock, that sort of thing, you know? ഇതൊക്കെ ശരിയാ, പക്ഷെ ഇതുവരെ ആരും പാടി കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. വെറുതെ കുമ്മരക്ക, അടുത്ത ആഴ്ച RGCയിൽ നമുക്ക് ഷോളാരെ അറിയാല. അന്നങ്ങോട്ട് പോര്. കല്ലുമ്മക്കായുടെ ശരിക്കുള്ള രൂപ അന്ന് കാണാം. അല്ല, നമ്മളെ വെറുതെ വീട്ടിലേക്ക് മോനെ കണ്ടിടത്തോളം മതി. Dude, I like your hair. Thanks, മച്ചാ. എന്താ എന്റെ അഭിപ്രായം? ആ ജീൻസ് ഇട്ട പൂച്ചക്കുട്ടി ഓടിപ്പോവാനാണ് സാധ്യത. പക്ഷെങ്കിൽ നിന്ന് കിട്ടിയാൽ ഇവൻ പുലിയാവും. Christina, some crazy things have happened here in India. Need to talk to you soon. Can you call me on +91 98473 45676? I miss you like crazy. Love you lots. Kisses, Faizi. Okay. Okay, bye baby. വണ്ടി എടുക്ക്. എനിക്കടുത്ത ലൈസൻസ് ഒന്നുമില്ല. അതിന് ഈ ബേജാറാവണ്ട, നമ്മളെ വണ്ടിക്ക് രജിസ്ട്രേഷനും ഇല്ല. അതെ, എന്താണ് തവക്കൽത്തു അലല്ലാഹി എന്ന് പറയായിരുന്നു. നീ വിട്ടോ. ഉപ്പാക്ക് ഹിന്ദിയൊക്കെ അറിയാലോ. അസലായി ഹിന്ദി, തമിഴ്, കന്നഡ, പഞ്ചാബി, ഇന്ത്യയിലെ ഒരുവിധം ഭാഷ ഒക്കെ കരിമക്കൊക്കെ അറിയാം. ഇംഗ്ലീഷ് അറിയോ? ഇംഗ്ലീഷ് ആണ് ഇന്ത്യയിലെ ഭാഷ. എന്റെ ഉപ്പാപ്പ ഇവിടെ ഇലക്ഷൻ നിന്നാൽ ഈ ഓട്ടോറിക്ഷക്കാരെ വോട്ട് മാത്രം മതി ജയിക്കാൻ. അവരാണ് നമ്മള് മാർക്കറ്റിംഗ്. എന്താ അങ്ങനെ? അതൊരാൾ കോഴിക്കോട് വന്നാൽ എന്ത് കാര്യത്തിനായാലും തിരിച്ചു പോകുന്നതിന് മുമ്പ് കോഴിക്കോട് ഒരു ബിരിയാണി അടിക്കുന്ന ഒരു കണക്കാക്കും. അവര് ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോറിക്ഷ കയറാൻ ചോദിക്കും, മോൻ ഇവിടെ നല്ല ബിരിയാണി ഇട്ടാണ്. ഇവന്മാര് നേരെ നമ്മൾ ഉസ്താദ് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇവിടുന്ന് ബിരിയാണി വെച്ചോ നാട്ടിൽ പോയാൽ ഓല് പറയും കോഴിക്കോട് എത്തിയാൽ ബിരിയാണി കഴിക്കണി ഉസ്താദ് ഹോട്ടലിൽ തന്നെ പോണെന്ന്. അതിപ്പോ ഇവർക്ക് തോന്നിയ ഏത് ഹോട്ടലിലേക്കും കൊണ്ടുപോവാ. പക്ഷേ പുതിയ കസ്റ്റമറെ കൊണ്ടുവന്നാൽ ഉസ്താദ് ഹോട്ടലിന് മാത്രമേ അവർക്ക് ഒരു ബിരിയാണി ഫ്രീ കിട്ടുള്ളൂ. ഉപ്പനെ പോലെ നല്ല ബിസിനസ് സെൻസ് ഉണ്ട് മോനെ. കരീം ഖാന്റെ ബാപ്പന്റെ ബാപ്പയാണ് എല്ലാ കാര്യത്തിലും. മൂപ്പര് പോലത്തെ രാജ്യമെല്ലാം ചെയ്യാത്ത പണിയില്ല. പക്ഷെങ്കിൽ ഈ സേവനം തലക്ക് പിടിച്ചപ്പം കാശ് ഉണ്ടാക്കാൻ മാത്രം വകുപ്പില്ലാണ്ടായി. ഇതെന്റെ പേരക്കുട്ടിയാ. ഹലോ. ഈ 2 ചാക്കെടുത്ത് വണ്ടിയിലേക്ക് വെക്ക്. എന്തേ ഈ 2 ചാക്ക്
പിടി എടുത്തോളൂ. ഇതല്ലേ സൂക്ഷിച്ചു വേണം. ഇവിടെ ഇതിനകത്ത് എന്താ? കയമ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയാ. ഏറ്റവും നല്ല വാസനയുള്ള കനം കുറഞ്ഞ നേരിയ അരി. കനം കുറഞ്ഞ ഏടായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? മോനെ അന്നെ ഞങ്ങള് വിളിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. 24 മണിക്കൂറിൽ എന്തൊക്കെ ഉണ്ടാകുന്ന നിങ്ങൾക്ക് അറിയോ? അബ്ദുള്ള അങ്കിള് പറഞ്ഞു. ഉപ്പുപ്പാക്ക് സുഖാണോടാ? നിങ്ങൾ ഓരോ വിശേഷം അറിയാൻ വിളിച്ചാണോ അതോ എന്റെ കാര്യം ചോദിക്കാനോ? അന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എപ്പെങ്കിലും എതിര് നിന്നിട്ടുണ്ടോടാ? ഈ തെരഞ്ഞെടുത്ത വഴിയാ അനക്ക് ശരി. അപ്പൊ ഞാൻ തിരിച്ച് ഉപ്പാനെടുത്ത് പോകണമെന്നില്ല? നിങ്ങൾ ഉപ്പാനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ സാധനമൊക്കെ തിരിച്ചു വാങ്ങിത്താ. എനിക്ക് ലണ്ടനിലേക്ക് തിരിച്ചു പോകാനുള്ളതാ. ഹലോ ഹലോ ഹലോ. അപ്പൊ നിങ്ങൾ എപ്പോഴാ ഉപ്പാനോടൊന്ന് വർത്താനം പറയാൻ പോണേ? ഞങ്ങൾ എങ്ങനെയാടാ ഉപ്പാനോട് ഇക്കാര്യം പറയുന്നേ? അപ്പൊ ഞാൻ എങ്ങനെ തിരിച്ചു പോവാ? ഉപ്പാനോട് ആദ്യത്തെ ദിവസം എന്നിട്ട് എന്നെ കൊണ്ട് 50 കിലോന്റെ അരിച്ചാക്കിടിപ്പിച്ച്. നീ ജിമ്മിലേക്ക് പോയി കാശെടുത്ത് ചെയ്യുന്ന പണി എന്നല്ലേ തമാശ വേണ്ട, സീരിയസ് ആയിട്ട് പറയേ. ഹലോ ഹലോ. Can't believe this stupid phone. Christina. Hello? Christina? Christina? ഗുഡ് മോർണിംഗ്. ജോയിന്റ് ഫാമിലി ആണല്ലേ? ഏയ് ഒക്കെ ഇവിടെ തന്നെ. ഗുഡ് ജോബ്. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളി. ശമ്പള ഏത് ശമ്പളം? ഓനെ അടുക്കളയിലേക്ക് കയറ്റാനായിട്ടില്ല. So sorry. Okay. വേണ്ട, ഓന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാം. നിങ്ങൾക്ക് ഈ അക്കൗണ്ടിംഗ് ഒക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്താൽ എന്ത് എളുപ്പമെന്നറിയോ? മരേ ആ ഇന്നത്തെ
ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. 86 പൊറാട്ട, 14 മീൻകറി, 13 ചിക്കൻ കറി, 22 ചിക്കൻ ബിരിയാണി, 3 മട്ടൻ ബിരിയാണി, 31 സുലൈമാനി. എല്ലാം സഹിക്കാത്ത പക്ഷെ ഉപ്പുപ്പാനെ കുക്ക് ചെയ്യാൻ സമ്മതിക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ഷെഫ് അല്ലേ. കേടില്ല മോനെ. വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. നന്നായിക്കണം. ഇതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വിട്ട് പഠിപ്പിച്ചത്. ഇപ്പൊ പഠിച്ചോ അന്റെ ഉപ്പപ്പാനെ പോലെ എങ്ങനെ ഇരിക്കുന്നു? കുത്തിയിരുന്ന് കണക്കെഴുതിക്കോ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ ബിസിനസ് നടക്കുന്ന സ്ഥലല്ലേ, നീ നഷ്ടം വരണ്ട. അബ്ദു, ഈ അന്റെ വഴി തെരഞ്ഞെടുത്ത പോലെ ഓനോ ഓന്റെ വഴി തെരഞ്ഞു പിടിക്കട്ടെ. കരീംക്ക, ഇതുപോലെ പൊറാട്ടന്റെയും ബിരിയാണിന്റെയും കാര്യമൊന്നല്ല, കോടികൾ മുടക്കിയ 5 സ്റ്റാർ ഹോട്ടലിന്റെ കാര്യ. ഇങ്ങക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഉപ്പ, ഇവിടെ ആരും എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കാറില്ല. കണ്ടോന്റെ എച്ചില് പിടിപ്പാക്കലാണ്ട എന്റെ ആഗ്രഹം. 5 സ്റ്റാർ ഹോട്ടലിൽ നടത്തിയ എന്റെ ആഗ്രഹമൊക്കെ അങ്ങോട്ട് ഇടിഞ്ഞു വീകുവോ? ഇവിടെ ആരും എന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല. ഇതെല്ലാം പിന്നെ എനക്കൊരു ട്രെയിനിങ് അല്ലേ. ട്രെയിനിങ് എടാ പൊട്ട, അന്റെ ഉപ്പുപ്പാന്റെ ജീവനയിക്കട. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഓലിക്ക് വേറെന്തും അറിയോ? എനിക്ക് അത് എനിക്ക് അറിയണ പോലെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയൂല. ഒരൊറ്റ ചെക്ക് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് ഈ കട വിലക്ക് വാങ്ങിക്കാം. പക്ഷെ ഞാനത് ചെയ്യൂല. ഇതിന്റെ അകത്ത് കേറുമ്പോ തന്നെ എനിക്ക് ശ്വാസം മുട്ടു. ഉപ്പാന്റെ റസാഖ് മനസ്സിൽ എനക്കും അതുപോലെ. അന്റെ ഉപ്പുപ്പ എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒന്നും ഓർത്തോ, ഈ ലോകത്ത് തത്വം പറച്ചിലുകൊണ്ട് ആരും എവിടെ എത്തൂല മോനെ. അത് ഓലെ ജീവിതം കൊണ്ട് തന്നെ നമ്മളെ കാണിച്ചു തന്നതാ. ഇപ്പൊ അതുപോലെ എന്റെ ജീവിതം നാശാക്കുക. അതല്ല എന്നെങ്കിലും നന്നാവണമെന്ന് എനിക്ക് തോന്നണുണ്ടെങ്കിൽ അന്നുപ്പ എന്റെ അടുത്ത് വാ കേട്ടോ.
എന്റെ ഉപ്പ എന്താ ഇങ്ങനായി പോയത്? അത് ഓന്റെ ഉപ്പ ഓനെ ശരിക്കും വളർത്താത്തന്നെ കേടാ. അബ്ദു കുഞ്ഞായിരുന്നപ്പോ ഞാൻ എപ്പോഴും യാത്രയിലായിരുന്നു. പല നാട്ടിൽ നിന്നും പലതും പഠിച്ചു. തിരിച്ചു വന്നിട്ടും എനിക്കത് ഓനെ പഠിപ്പിക്കാനായില്ല. ഓന്റെ കുഞ്ഞു മനസ്സിൽ തന്നെ എന്നോട് ദേഷ്യമായിരുന്നു. ഓൻ വളർന്നപ്പോ ആ ദേഷ്യം വലുതായി. എന്നോടും ഈ ഹോട്ടലിനോടും ഞാൻ വിശ്വസിച്ച എല്ലാത്തിനോടും അവൻ വെറുപ്പായി. ഓനോട് ചെയ്തത് തെറ്റാണ്, പക്ഷെ അത് തിരുത്താൻ എനിക്കറിഞ്ഞുകൂടാ. അതിനെ തിരുത്താൻ ഉപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? അത് ഈ ഉരുളക്കിഴങ്ങില്ലേ, അതിൻ്റെ കൂടെ എന്തിട്ടുണ്ടാക്കിയാലും ഉരുളക്കിഴങ്ങിന് ആ രുചിയാ ഉണ്ടാവുക. അതുപോലെ എൻ്റെ ഉപ്പ. ഓന്റെ കൂടെ ഇപ്പൊ ഉള്ളത് ഓനെ സ്നേഹിക്കുന്നവരല്ല, ഓന്റെ കാശ് കണ്ടു നടക്കുന്നവരാ. അപ്പൊ ഓനും അതേ ഭാഷയെ പറയാ. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഓന് വേണ്ടി പ്രാർത്ഥിക്കല. ആ കൂട്ടത്തെ മൂപ്പരോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിക്കലുണ്ട്. കിടക്കാം. Okay. ലണ്ടൻ എന്റെ ബോസിന്റെ ഇമെയിലാ. ഈ വീക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ വേറെ ആൾ അപ്പോയിന്റ് ചെയ്യും. Why do you want to go back, dude? It's a much better senior, right? Not my scene. ഉപ്പ നിങ്ങളെ കഴിച്ചോളി, ഞാൻ ഇരിക്കാം. അനക്ക് ബീച്ച് വേല് ജോലി കിട്ടിയ പിടിക്കുവോ? ആ കാണുന്ന 5 സ്റ്റാർ ഹോട്ടലില് എനിക്ക് തിരിച്ചു പോകണ്ട ഉപ്പ. എന്റെ പാസ്പോർട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കിട്ടാൻ 2 മാസം പിടിക്കുന്ന അബ്ദുള്ള അങ്കിൾ പറയണ. ആ അതുവരെ അനക്കൊരു ജോലി വേണ്ടേ? എൻ്റെ ഉപ്പ പറഞ്ഞ ഒരു കാര്യം ശരിയാ, വല്ലതൊക്കെ പഠിക്കണ ഇവിടുന്ന് പുറത്ത് കിടക്കണം. ബീച്ച് ബൈ പോയി ബാബുവിനെ കണ്ട് ഇത് കൊടുത്താൽ മതി. ഉപ്പ ഒരു ജോലിക്ക് പറയുമ്പോ ഇങ്ങനെ പറ്റൂല. അതിന് ചില ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. കൊടുക്ക്. എന്തേ മോള് ഇനി കരയണില്ലേ? മറക്ക ഇതൊന്ന് വായിച്ചു തരൂ. എന്റെ പേരക്കുട്ടിയാ, ഓൻ ഇഷ്ടമുള്ള ഒരു ജോലി കൊടുക്കണം. കരീംക്ക. Wow, that's official. പോയി നോക്ക്, ഇതിലപ്പുറം ഓഫീസിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Excuse me. Yes, Can I meet Mr. Babu? Mr. Babu, the executive chef. Executive? Yeah, that's him. Do you have an appointment? I have a message from Kareem Ka, Ustad Hotel. Oh, please come. Yes, young man. Very pleased to meet you, sir. ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു. Oh, yes. ആഹാ, കരീംകയുടെ കൊച്ചുമോനാണല്ലേ? Yeah. Faisal Abdul Razak. And a CV and certificates. I'm a graduate from Lausanne, Switzerland. വെരി ഗുഡ്. വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ആണല്ലോ, അതും ഫ്രം സ്വിറ്റ്സർലാൻഡ്. വെരി ഗുഡ്. പിന്നെ കരീംക്ക് ഒരു കാര്യം പറഞ്ഞാൽ തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. എനിവേ യു ക്യാൻ ജോയിൻ ടുമോറോ. ഗുഡ് ലക്ക്. Thank you, sir. നമ്മളെ സൈക്കിളിന്റെ കാര്യം അടുത്ത മാസം ആകട്ടെ ജോണി. ഓ ആയിക്കോട്ടെ, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ.
ആബിദ. ആയിഷന്റെ ചെക്കന്റെ വീട്ടുകാർ ഉറപ്പിക്കാൻ വരുന്നുണ്ട്. അതിനുള്ളത് അതിലുണ്ട്. ഇതെന്താ 5 സ്റ്റാറിന്റെ സ്റ്റെപ്പ് ഇവിടെ തിരിഞ്ഞാൽ കമ്പ്യൂട്ടറും കാൽക്കുലേറ്റർ ഇല്ലാത്ത നിങ്ങളെ കണക്ക് നോക്കി പഠിക്കോ? ഓൾ ഓക്കെ ഉപ്പ? ഓക്കെ ആണ്. ജോണിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം. നസുവിന്റെ മോനെ സ്കൂളിൽ ചേർക്കണം. ഇവർക്കൊക്കെ ഫിക്സഡ് സാലറീസ് അല്ലേ? അതൊക്കെയാണ്. പക്ഷെ എപ്പോഴും ആവശ്യങ്ങൾ കൂടി വരികയല്ലേ. പിന്നെ കുടുംബമായിട്ട് കഴിയുന്നവരല്ലേ. ഉമ്മറെ, ഇത് എന്റെ. പിന്നെ ഇത് മധുരയ്ക്ക് മണി ഓർഡർ അയക്കണ്ട. ഇതെന്റെ ഉപ്പാന്റെ ചിന്ന വീട്ടിലേക്കുള്ളതാ. ഉമ്മറെ അല്ല, പിന്നെ ഇത് മാസാമാസം അയക്കുന്നുണ്ട്. ചോദിച്ചാൽ ആർക്കും എന്നിട്ട് പറയണില്ല. അപ്പൊ അതിലെന്തോ ഒരു തരികടല്ലേ. മോനെ, കഴിക്കുന്നതിനൊക്കെ എനിക്ക് സന്തോഷം, കഴിപ്പിക്കുന്നില്ല. എന്നാലും എനിക്കൊരു ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിന് ഒരു ഇത്തിരി. പുപ്പ, എനിക്ക് ഈ ജോലി കിട്ടാൻ എന്താ കാരണം? അനക്കതിനുള്ള പഠിപ്പുണ്ട്, കഴിവുണ്ട്. പോരാത്തന്നെ ഈ നമ്മുടെ കൊച്ചുവിനുമാണ്. അവസാനം പറഞ്ഞതാ ശരിക്കുള്ള കാരണം. അതെന്താ ഉപ്പ, നിങ്ങളും ആ ഷെഫ് ബാബുവും തമ്മിലൊരു കണക്ഷൻ? ഈ ബീച്ച് ബേയിലെ സ്പെഷ്യൽ മലബാറി ബിരിയാണി കഴിച്ചിട്ടുണ്ട്? നോ. അവിടെ പോയാലോ 5 സ്റ്റാർ ഡിഷ് അല്ലേ ഓർഡർ ചെയ്യാ? ഇത് 5 സ്റ്റാർ ഐറ്റം ആണ് മോനെ. വെള്ളക്കാരൊക്കെ അവിടെ വന്ന് താമസിക്കുമ്പോ ഏറ്റവും അധികം ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റമാണ് സ്പെഷ്യൽ മലബാറി ബിരിയാണി. അതിന് രഹസ്യ കൂട്ടുണ്ട്. അതാണ്. ഇതൊക്കെ ഉപ്പൊക്കെ എങ്ങനെ അറിയാം? ഓ, ബീച്ച് പേയിലെ റെസിപ്പി ഉപ്പ യൂസ് ചെയ്യണല്ലേ? എടാ മണ്ടൂസേ, നീ അതൊന്ന് തിരിച്ചാലോചിച്ചു നോക്കിയേ. നോ വേ. ഇവിടുത്തെ ബിരിയാണിയാണ് അടുത്ത സ്പെഷ്യൽ മലബാറി ബിരിയാണി. അത് വിറ്റ് പേരും പ്രോഫിറ്റും ഓർക്കും. ഓരോ ബിരിയാണിക്കും ബാബു എനിക്ക് 5 റുപ്യ ജാസ്തി തരും. വെറുതെ അല്ലാള് കരീംഖാന്ന് കേട്ടിട്ടില്ല. ഫൈസി, ഇനി എന്തൊക്കെ പഠിക്കാൻ കിടക്കണ്. These are our boys. ഷെഫ് ഫിലിപ്പി നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിൽ ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ വന്നതാണ്. അദ്ദേഹം അടുത്ത 2 ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടാവും. ഷെഫിന്റെ സ്പെഷ്യാലിറ്റി യൂറോപ്യൻ ഡിഷസും നമ്മുടെ നാടൻ ഐറ്റംസും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. ഫ്യൂഷൻ ക്യൂസിൻ. ഓവർ ടു യു, ഷെഫ് ഫിലിപ്പി. Thank you, Chef Babu. It's a pleasure to be here in the land of spices. I'm going to be experimenting with the combinations of local cuisine and European haute cuisine. Is anyone here familiar with haute cuisine? Yes, sir. New recruit. He's also a chef. Yeah, good. Why don't you join us? Thank you, sir. Well, just to get the ideas right, can anyone suggest a combination of Kerala food with a European dish that can be put on a fusion menu? Sir, how about an entree of the local Kerala parota with a portion of Spanish omelette? Sure. Can you show us an example? Sure. Good choice. And your name is? Faizi. Sorry? Faizi. Ah, Faizi. Hello? Christina? It's me, Faizi. Baby, how are you? Daisy, where are you? Which number is this? I'm still stuck in India, babe. I sent you so many messages online. This is my new number.
So much has happened in such a short while. But forget all that. Guess what's happening now? I'm part of a fusion food festival with the chef Philippe from Paris. And it's great stuff. That doesn't sound like you're stuck in India. But Monshu, I told you. Until I get my passport in 2 months, I can't travel back. This is just a job I picked till that time. Well, since you're busy setting up your life there, I wish you would let me know. But baby, I've been trying to call you ever since I got here. Faisy, the deposit is due on our apartment. Are you sending the money? Oh, jeez. I didn't think of that. It's like £1,200, right? I don't have that kind of money now. Well, that means I have to let go of it. And possibly move in with Marco. Marco? Why would you room in with Marco? Because my so-called boyfriend is busy creating fusion food in India. So? You room in with your ex-boyfriend? You're the one driving me to it. No, I'm not. Oh God, Faisy. You're so conservative. Next, you'll want me to wear a burqa. Don't you have any girlfriends you can room with? Marco. You know what? I can't handle this pressure, this long-distance relationship. Whenever you come back, in 2 months or 4, let's just pick it up from there, okay? Gotta go. Bye. Hello? Faisy, എത്ര നേരം ഇഷ്ട കാത്തിരിക്കുന്ന ഒരു സാധനം തരണ്ടായിരുന്നു. ടിക്കറ്റ് എന്താണ് മറന്നുപോയാ? ഇന്നാണ് നമ്മുടെ ഷോ. ഓ, കം ടു സ്പോട്ട് അറ്റ് 7 o'clock. ഓക്കെ, Don't forget മച്ചാ. Okay. I'll see you there. Bye. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോനെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയപ്പോ വട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി. കൊതികത്തി അടിപറ്റി കരിപറ്റി ചതിപറ്റി വട്ടായി പോയോ. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്കു ചുട്ടമ്മായി അമ്മായി
ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും മുറ്റത്ത് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും മുറ്റത്ത് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പങ്ങളെമ്പാടും മുറ്റത്ത് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അമ്മായി കൊച്ചമ്മായി അമ്മായി കൊച്ചമ്മായി പൊന്നമ്മായി Yo. Dude, you guys rock, man. Thanks. Thank you. Hey. Yo. Thanks, മച്ചാ. Awesome, man. എങ്ങനെയുണ്ടായിരുന്നു? Fabulous. ആണല്ലോ അല്ലേ? Definitely. ഉസ്താദ് ഹോട്ടൽ കഴിഞ്ഞാ പിന്നെ ഇവിടെയാണ് ബെസ്റ്റ് ഫുഡ്. 1 2 3 4 ചേട്ടാ ഒരു 6 ചിക്കൻ റോൾ. കബാബ്. കബാബോ? അപ്പൊ ഒരു 4 കബാബ്, ബർഗർ, ഒരു 4 ബർഗർ. ഈ ഷോ ഉള്ള ദിവസം ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആണ്. അടിക്കുന്നുണ്ടാ? താങ്ക് യു. Thanks. Hey, good job, man. Thank you. Sit down, please. ഫൈസി മീറ്റ് സ്റ്റാർ ഓഫ് ദി ഈവനിങ് ഷഹാന. ഷഹന ഇത് നമ്മുടെ കരീംകയുടെ ഗ്രാൻഡ് സൺ ആണ് ഫൈസി. ചിക്കൻ മുഴുവൻ തീർക്കണം കേട്ടോ. അതെ അതെനിക്കാട്ടാ. ഇതൊന്നും ട്രൈ ഉഷാറാണ്. You want that? Yeah. അത് ഇതെപ്പോഴാ പൊട്ടിക്കണേ? My drumstick broke in the middle of the bloody concert. And you just wanted to take off. അത് നീയല്ലേടാ. ആരാ എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണേ? ഞാൻ തന്നെ വരും. Why do you guys do this to me all the time, yeah? Sorry. വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. Okay. So, ലണ്ടനിലെ ടോപ്പ് ഷെഫ് എന്താ ഇവിടെ തന്നെ നിന്നാണ്? ലോങ് സ്റ്റോറി. ഈ പാട്ടവണ്ടിയിൽ അവിടെ എത്തുന്ന നേരം കൊണ്ട് ഏത് സ്റ്റോറിയും പറഞ്ഞു തീർക്കാമല്ലോ. വീട്ടിലറിഞ്ഞോണ്ടാണോ ഈ റോക്ക് സ്റ്റാർ കളി? അത് ഇയാൾ അന്വേഷിക്കണ്ട. എന്നാ ഇയാളത് അന്വേഷിക്കണ്ട. One second. Come on. Start. Idiots. Huh?
ഒരു ലിഫ്റ്റ് സർ ഞങ്ങൾ സർ ഡൂഡ് കം ഓൺ. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പണ്ടേ ലിഫ്റ്റ് കിട്ടിയേനെ. ഓഫ് കോഴ്സ് പെണ്ണുങ്ങൾക്ക് പിന്നെ എല്ലാം എളുപ്പമാണല്ലോ. Hey, I have an idea. ചേട്ടാ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരുമോ? പിന്നെന്താ കേറിക്കോ. ചേട്ടാ ഇയാളെയും ഞങ്ങളുടെ ഒപ്പം വരുത്താനാണോ? വേണ്ടല്ലേ. ഡാ നീ പുറകെ പോയി കയറിക്ക രാജ. അതെ, പെണ്ണുങ്ങൾക്കെല്ലാം എത്ര എളുപ്പമാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്കിത് സഹിക്കാൻ വയ്യ. 5 minutes. Chill, chill. അനക്കൊന്നും അമ്മയും പെങ്ങുമാരല്ലോ. നീ പോടാ.
എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതും പോരാ. ചിരിച്ചോ ചിരിച്ചോ. You know something? ഇന്ന് എന്റെ ലാസ്റ്റ് ഡേ ഓഫ് ഫ്രീഡം ആണ്. നാളെ എന്റെ എൻഗേജ്മെന്റാ. Congrats. Thank you. ആളാരാണെന്ന് അറിയണ്ടേ? ഏതായാലും ഷെഫോ കുക്കോ ഒന്നും ആയിരിക്കില്ല. ഷഹാന, ഇന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജിലോ അത് കഴിഞ്ഞിട്ടോ? കണ്ടു. ബൈ. ബൈ. That's a special one from my village, Kata Kada. Kataka? No, no, no. Kata Kada. Kata Ka. Kataka? Da. ഷെഫ്, ആ ടേബിൾ 28 ഗസ്റ്റിന് ഷെഫിനെ ഒന്ന് കാണണമെന്ന്. ഏതാ ഡിഷ്?
പെപ്പർ ഓയിസ്റ്റർ ഫിഷ്. താൻ പൊയ്ക്കോ. ഫൈസി, തനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ തീരെ ട്രെയിൻ ചെയ്തിട്ടില്ല. കസ്റ്റമേഴ്സ്. ബട്ട് നോ പ്രോബ്ലം, അത് നമുക്ക് ശരിയാക്കാം. ആ ടേബിൾ 28 കസ്റ്റമർ ഷെഫിനെ കാണണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അവസരം ഞാൻ ഫേസിക്ക് വിട്ടുതരുന്നു. പോയി കണ്ടിട്ട് വരും. ഒരു ഏത് ഡിഷാ ഓർഡർ ചെയ്യാൻ നിനക്കറിയാണ്ട്? നമ്മുടെ കിച്ചണിൽ എല്ലാം ഒരു ടീം വർക്കാണ് ഫേസ്. താൻ ഉണ്ടാക്കിയ സൂഫ്ലയുടെ ക്രെഡിറ്റ് എനിക്ക് എടുക്കാമെങ്കിൽ യു ടേക്ക് ദ ക്രെഡിറ്റ് ഓഫ് ദാറ്റ് ഓയിസ്റ്റർ. Carry on. Thank you, chef. Sir, can I help you? Sure. ഈ പ്ലേറ്റിൽ എന്താന്ന് പറഞ്ഞെന്നാ കൊള്ളാം. So that's oysters with Kerala spices. ഞങ്ങളുടെ ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റിവൽ മെനുവിന്റെ സ്റ്റാർ അട്രാക്ഷനാണ്. നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആയ കുരുമുളകും ചെറുനാരങ്ങയും ഉള്ളിച്ചമന്തിയും യൂറോപ്യൻ ഡിഷായ ഓയിസ്റ്റേഴ്സിനൊപ്പം സെർവ് ചെയ്യുന്നു. യൂറോപ്യൻ സ്റ്റൈൽ? യെസ് സർ. നിനക്കൊക്കെ യൂറോപ്പിന്റെ സ്പെല്ലിംഗ് എന്താന്ന് അറിയാടോ? മെഹറൂഫ് പ്ലീസ്, വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. ഹലോ, മെനുവിലെ ഏറ്റവും എക്സ്പെൻസീവ് ഡിഷ് ഓർഡർ ചെയ്തിട്ടാ ഞാൻ ഈ ചോദിക്കണേ. ഈ സാധനം ഇങ്ങനെ പച്ചയെ കൊണ്ടുവയ്ക്കാനാണെങ്കിൽ ഒരു ഷെഫിന്റെ ആവശ്യമില്ലല്ലോ. സർ, ഫ്യൂഷൻ ഫുഡ് മെനുവിൽ സാധാരണ ഒരു ഫ്യൂഷനും അല്ല, കൺഫ്യൂഷനാണ്. സർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ ഡിഷ് ഇങ്ങനെ തന്നെയാ കഴിക്കേണ്ടത്. ഓഹോ, അപ്പൊ ഇത് ഇയാളുടെ തെറ്റല്ല, എനിക്ക് കഴിക്കാൻ അറിയാത്തതിന്റെ കുഴപ്പാ. നിങ്ങളുടെ MD വിളിക്കും, ഞാൻ അയാളോട് സംസാരിച്ചോളാം. സോറി സാർ, സാറിന് എന്താ വേണ്ടെന്ന് പറഞ്ഞാ ഷെഫ് അത് ഉണ്ടാക്കി തരും. അതിന് ഇയാൾക്ക് എന്നെ കഴിക്കാൻ പഠിപ്പിക്കണം എന്നല്ലേ? നോട്ട് അറ്റ് ഓൾ സാർ, പ്ലീസ് പറഞ്ഞോളൂ. ഞാൻ ഓർഡർ ചെയ്തത് ഓയിസ്റ്റേഴ്സ് വിത്ത് കേരള സ്പൈസ് ആണ്. ആദ്യം എനിക്ക് വേണ്ട പോലെ നീ അത് ഉണ്ടായിക്കൊണ്ടുവാ. യെസ് സർ.
അനക്കിന്ന് പണിക്ക് പോണ്ടേ? ഞാനിന്ന് ലീവാക്കി. ഉപ്പ എങ്ങോട്ടാ? ഞാൻ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? കരീം ഫൈസൽ എന്റെ പേര് കുട്ടിയാ. ഹലോ. ലോണിന്റെ കാലാവധി കരീംകാക്ക് അറിയാവല്ലോ. കുറച്ചു മാസങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ പലിശയടക്കം ഒരു ഫുൾ റീപേയ്മെന്റ് ബുദ്ധിമുട്ടാണെന്നറിയാം. ഇപ്പൊ എല്ലാം കൂടെ എത്രയായി? 7,86,043 രൂപ. കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കിട്ടാൻ? ഇനിയും നീട്ടിക്കെട്ടലൊന്നും നടക്കില്ല കരീംക്ക. പക്ഷെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. ഈ മാസത്തിനകം പണയം വെച്ച പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ലോണിന്റെ തുകയ്ക്ക് മേലെ ഒരു 50,000 രൂപ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ കുറച്ചു മാസത്തിനകം പ്രോപ്പർട്ടി ഏതായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ലോൺ തിരിച്ചടച്ചാലും മതിയല്ലോ. പുപ്പ, ഇതേതാ പ്രോപ്പർട്ടി? എനിക്കാകെ ഒരു പ്രോപ്പർട്ടിയല്ലേ ഉള്ളൂ. ഹോട്ടലോ? ഞാൻ എല്ലാ കാൽക്കുലേഷനും ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫൈസൽ ഒന്ന് വരൂ. ഷോ. പലിശ അടയ്ക്കാൻ നിങ്ങളുടെ ഉപ്പൂപ്പ കിടന്ന് പാടുപെടുന്നത് ഞാൻ എല്ലാ മാസവും കാണുന്നതാ. എന്നാലും മൂപ്പർക്ക് വലിയ വാശിയാ. പ്രായത്തിന്റെയാ. നിങ്ങൾ വേണം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. കഷ്ടപ്പെട്ട് ലോൺ തിരിച്ചടച്ചിട്ട് എന്താ കാര്യം? കരീംക്ക ഇതൊരു ബിസിനസ്സായിട്ട് കാണാത്തതുകൊണ്ടാ ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലം. അതൊട്ടും മാറാനും പോകുന്നില്ല. അപ്പൊ പിന്നെ നല്ലത് ഇത് വലിച്ചു നീട്ടാണ്ട് ഈ പ്രപ്പോസൽ അങ്ങ് നടപ്പാക്കുന്നത്. മിസ്റ്റർ ഫൈസലിനെ പോലുള്ള ഒരു എന്റർപ്രൈസിംഗ് ചെറുപ്പക്കാരന് ഈ പഴയ കടയെക്കുറിച്ച് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ. ഈ ഓപ്ഷൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം. ഞങ്ങള് വിറ്റ് പോണില്ല. പുപ്പാക്ക് തീരുമാനിക്കാൻ കുറച്ച് സമയം കൂടി തരണം. തീരുമാനിച്ചിട്ട് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു സർ. പുപ്പ, ഇത് എപ്പോ എടുത്ത ലോണാ? 3 കൊല്ലായി. കട നടത്താൻ പൈസ ഉണ്ടായിരുന്നില്ല. പൈസ തിരിച്ചടക്കണം. അപ്പൊ അതിനുള്ള ഫണ്ടോ? എല്ലാം. പിന്നെ എനിക്കറിയില്ല. ഉപ്പ, നിങ്ങൾ ഓക്കെ അല്ലേ? മരുഭൂമിയിലെ മഴ കണ്ടിട്ടുണ്ടോ ഫൈസിമൻ? ഞാൻ കണ്ടിട്ടുണ്ട്. മോനിതേം ചിഷ്ടിയുടെ ദർഗയിലേക്ക് പോകായിരുന്നു. അജ്മീരത്ത് മുമ്പേ ഇതുപോലൊരു മഴ. അപ്പൊ തോന്നിപ്പോവും ജന്നത്തിലേക്ക് ഇനി അധികം ദൂരമില്ലാന്ന്. ഈ സിറ്റിയില് നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും. എന്നിട്ടും കട നഷ്ടത്തില. എന്താ ഉപ്പ അങ്ങനെ? ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തിൽ നമ്മൾ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ ചെലവ് കൂടും. വിലയൊട്ട് കൂട്ടുകയില്ല. അതല്ല മോനെ, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ? ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ്, അല്ലെങ്കിൽ ആബുദാത്താടെ മോടെ നിക്കാഹ്, അല്ലേ? അങ്ങനെ നോക്കിയാ നിങ്ങളത് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പുപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും
എല്ലാ ദർഗയിലും ചെന്ന് ദിക്കറ് ചെല്ലണമെന്നൊക്കെ. ഹോട്ടലടിക്കാണ്ട് അതിനൊക്കെ പറ്റുമോ? എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണിയും ഒറ്റയ്ക്ക് തുഴഞ്ഞാ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ പൂപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ലോ. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി. അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുക. നമ്മളെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പൂപ്പ. എന്റെ ലൈഫിൽ എന്തായിട്ടുണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെയാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവില്ലേ? അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ. ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ട് ഒരർത്ഥമില്ല. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. ഉപ്പ, നിങ്ങളുടെ മോഹത്തിന് കഥ പറഞ്ഞുതരോ? ഉപ്പുപ്പാക്ക് മുഹബത്തുണ്ടായിരുന്നെന്ന് അനക്കെന്താ ഉറപ്പ്? അത് സുലൈമാനി കുടിച്ച ആൾക്കല്ലേ എന്റെ രുചി അറിയാവുള്ളൂ. എന്റെ 18-ാം വയസ്സില് ഞാൻ നമ്മളെ ഉസ്താദിന്റെ കൂടെ ചേർന്ന കൊല്ലം മൗലവിന്റെ മോടെ നിക്കാഹിന് ബിരിയാണി ഉണ്ടാക്കാൻ കൂടിയതാ. ബിരിയാണി ചെമ്പിന്ന് കണ്ണു തെറ്റിയപ്പോ ജനവാതിലൊരു ഹൂറിനെ കണ്ടു, കൂട്ടിലടച്ച കിളിയെപ്പോലെ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും നിശലായ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നീലേ, പാതിയിൽ പാടാത്തൊരാ തേനൂരിടും നിശലായ ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു. എന്റെ നെഞ്ചില് എന്തോ ഒന്ന് വല്ലാതെ പടയ്ക്കാൻ തുടങ്ങി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു നിന്ന പോലെ. ആരായിരുന്നു അത്? മൗലവിന്റെ മോള്. ഓടെ നിക്കാഹിനല്ലേ അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ പോയത്.
എന്തുണ്ടായി? എന്തുണ്ടാവാനാ? നിങ്ങളുടെ ബിരിയാണി നിന്ന് ഒരു നിക്കാൻ കഴിച്ചു പോയി. അനക്കാരോടും മുഹബത്ത് തോന്നിട്ടില്ലേ? എനക്ക് അങ്ങനെ ഒരു കുന്തമില്ല. കാണാൻ ഓരോ വഴി തേടി കാണും നേരം വിഴിമൂടി ഓമലേ നിന്നീലയോ നാണമായി വഴുതിയിലയോ പുന്നാരം ചൊരിയുമളവിലവളിളകി മറിയുമൊരു കടലായി കിന്നാരം പറയുമഴകിലവളിടറിയുണരുമൊരു മഴയായി കളിച്ചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരും പകരുമയില. ഉപ്പ ഏതായാലും ആ ഹൂറിനെ മനസ്സിന്ന് വിട്ടിട്ടില്ല. മോനെ ഫൈസി, എന്താ ഉപ്പ? ആ ഹൂറി ആരാണെന്നറിയോ? വാതിലിൽ കാലൊരുങ്ങി നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടു ഇശലായി ഞാൻ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നിലേ പാതിയിൽ പാടാത്തൊരാ തേനൂരിടും ഇശലായി ഞാൻ. ഫൈസേ, നമ്മളെല്ലാം കൂട്ടുകാരായിട്ടോ? കൊച്ചു കള്ള. മെഹ്റൂഫ് ഇസ് എൻ ഇഡിയറ്റ്. അയാളുടെ ഒരു പൊങ്ങച്ചും ജാടയും സോ ഇൻസെൻസിറ്റീവ്. മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ആവുന്ന ഒരു വിചാരവും ഇല്ല. അതുകൊണ്ടായിരിക്കും ഇയാള് കൂടെ കൂടിയത്. പെർഫെക്റ്റ്. എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഡോണ്ട് സേ ദാറ്റ്. ഏതായാലും നിക്കാഹ് കഴിക്കാൻ പോണ ആളല്ലേ. ഞാൻ മെഹ്റൂഫിന്റെ കാര്യമല്ല പറഞ്ഞ, ഇയാളുടെ കാര്യത്തിലാ. സുലൈമാനിക്ക് സമയമായി. ഇത് തരക്കെടില്ലല്ലോ. ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? മറ്റൊരാളുടെ മണവാട്ടിയെ തട്ടിയെടുത്തുകൊണ്ടേ. നമുക്ക് Okay, good luck. Thank you very much. Wait. I want a picture with you. Sure. Just so you don't forget me. I remember what you said, Faizi. If there's a job opportunity for you in Paris, I'll make sure you get it. Thank you, Chef. It's been great working with you. Same here. Just one on mine, Yeah, please. no One problem. second.
Why? Okay. I'll be there. Okay. എനക്കൊന്നും മനസ്സിലാവണില്ല. ഷഹാനൊക്കെ ആവുമ്പോ ഈ പ്ലാനൊക്കെ നോക്കി പരിചയം ഉണ്ടാവല്ലോ. ഇത് ബീച്ച് പേ ഇന്റർനാഷണലിന്റെ ഫ്ലോർ പ്ലാൻസ് ആണ്. ദാറ്റ്സ് സ്ട്രേഞ്ച്. ഇത് കണ്ടോ? ഈ ബ്ലൂ പ്രിന്റിൽ കാണുന്നത് ബീച്ച് പേ ഗ്രൂപ്പിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് ആണ്. മെയിൻ എക്സ്റ്റൻഷൻ ബീച്ചിലേക്കാണ്. ബട്ട് ഇവിടെയാണ് ശരിക്കുള്ള ബൗണ്ടറി. ഈ പുതിയ എക്സ്പാൻഷൻ ഏരിയ നിങ്ങളുടെ പ്രോമിനേഡിന്റെ അവിടെയാണ്. ഉപ്പാന്റെ കടയുടെ അടുത്തോ? ആക്ച്വലി ഉപ്പുപ്പയുടെ വീടും കടയും ഈ പ്ലാനിൽ ചേർത്തിട്ടുണ്ട്. ബാങ്കിന്റെ പിന്നിൽ ബീച്ച് പേ ആണ്. That's why they're pushing this proposal. നമ്മളെ ലോകം ഓരോ പ്ലാനിന്റെ ഒരു ചെറിയ മുക്കിൽ ഒതുങ്ങിപ്പോയല്ലോ. എങ്ങനെയെങ്കിലും ലോൺ തിരിച്ചടയ്ക്കണം. ലോൺ തിരിച്ചടയ്ക്കാൻ ഒരു സമ്മതിക്കുമെന്ന് തോന്നല്ലോ ഉപ്പ. സർ, ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. Okay. Sir, I'm Faisal Abdul Faisal, Razak. right? Yes, sir. Chef Philip spoke very highly of you. That's very kind of him, sir. Sir, ഇവിടുത്തെ ജോലിയായി റിലേറ്റഡ് അല്ലാത്തൊരു കാര്യം സംസാരിക്കാൻ ഞാൻ വന്നത്. ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്, ബട്ട് സാറിനെ കണ്ടു പറയണമെന്ന് തോന്നി. Go on. സർ, നെക്സ്റ്റ് ഡോറുള്ള ഉസ്താദ് ഹോട്ടൽ എന്റെ ഉപ്പുപ്പാന്റെ. ഇപ്പൊ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് ബീച്ച് പേ ഇന്റർനാഷണൽ ആ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന്. ആ ബാങ്ക് മാനേജർ സാറിനോട് എന്താ പറഞ്ഞതെന്നറിയില്ല. ബട്ട് ഉപ്പുപ്പാക്ക് അത് വെറും ഒരു പ്രോപ്പർട്ടി അല്ല. സോ അത് വിൽക്കാൻ പ്ലാൻസ് ഇല്ല. സോ ഐ ഹോപ്പ് ബീച്ച് ബേ ഇന്റർനാഷണൽ പ്ലാൻസ് അതനുസരിച്ച് മാറ്റാൻ പറ്റുന്ന. ഫേസി പറഞ്ഞത് ശരിയാ. ഇത് എന്റെ ബിസിനസ് അല്ല. ഞങ്ങളുടെ പ്ലാൻസ് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല. മറ്റുള്ളവർ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറാറാണ് പതിവ്. അങ്ങനെയല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലംസ് അവർ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് യുവർ ഉപ്പൂപ്പ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. പഴയൊരു ബിരിയാണി കട അത് അടച്ചുപൂട്ടാൻ ജസ്റ്റ് 1 ഫോൺ കോൾ ഷുഡ് ബി ഇനഫ്. ചെല്ലു, കിച്ചണിൽ വല്ലതും വെട്ടാനോ മുറിക്കാനോ കാണും.
dare you give us something like this? What is this? The chicken is not fresh. Sir, is this the kind of chicken you're serving my guest? Sorry, sir. Huh? Sorry. Go call that chef. Sir. Bring him here. ഷെഫ് GM-ന്റെ ഗസ്റ്റ് വിളിക്കുന്നുണ്ട്. നിറച്ച കോഴിയുടെ കാര്യം പറഞ്ഞ നിർത്തി പൊരിച്ച്. എന്താ കംപ്ലൈന്റ്? ഫ്രഷ് ചിക്കൻ അല്ല എന്നാ കംപ്ലൈന്റ്. ഇത് ഫ്രഷ് ആണല്ലോ. ഷെഫ്, GM-ന്റെ ഗസ്റ്റുകൾക്ക് ഫ്രഷ് ചിക്കൻ വേണം അല്ലേ? ഇതിലും ഫ്രഷ് ആയ കോഴി ഇതുപോലെ ഇരിക്കും സർ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ റെസ്റ്റോറന്റ് ഹൈജീനിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല. ഹോട്ടലിന്റെ ശുചിത്വത്തെ കുറിച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്നോ? കസ്റ്റമേഴ്സിനെ പുറത്തേക്ക് ഈ കട ഞങ്ങൾ സീൽ ചെയ്യാം. എന്തിനാ സാറേ? നിങ്ങളുടെ അടുക്കളയിൽ ഒരു പൂച്ചയത്ത് കിടക്കുന്നു മിസ്റ്റർ. ശിക്ഷ നടപടിയാ. അതിനുശേഷം ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് ഹോട്ടൽ തുറക്കാൻ പാടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് വന്ന് അന്വേഷിച്ചാൽ മതി. കോഴിക്കോട് നഗരത്തിലെ ബീച്ച് പരിസരത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ റെയ്ഡ്. പരിസര മലിനീകരണവും വൃത്തിഹീനമായ അന്തരീക്ഷം കണക്കിലെടുത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോട്ടൽ സീൽ ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ ബീച്ച് പരിസരത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ റെയ്ഡ്. ഹോട്ടലിലെ നിലവാരമില്ലാത്ത ഭക്ഷണവും വൃത്തിഹീനമായ അന്തരീക്ഷവും കണക്കിലെടുത്ത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോട്ടൽ സീൽ ചെയ്തിരിക്കുകയാണ്. കൊമേഴ്ഷ്യലിസത്തിന് ഇരയാവുന്നതും വഞ്ചിക്കപ്പെടുന്നതും എന്നും പാവം ജനങ്ങൾ തന്നെയാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഈ ഹോട്ടലിനെ പറ്റി ജനങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്തരം സംഭവങ്ങളുടെ ജനരോഷം തന്നെയാണ് നമ്മളോട് കാണുന്നത്. DCIക്ക് വേണ്ടി കാലിക്കട്ടിൽ നിന്നും ക്യാമറമാൻ പ്രവീണിനൊപ്പം ടോണി.
തുടർന്ന് സാരമായ പരിക്കുകളോടെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. നീ പറഞ്ഞത് ശരിയാണ് മോനെ, അടച്ചുപൂട്ടാൻ സമയായി. ഇല്ല ഉപ്പുപ്പ, ഓരോരോ പാഠം പഠിപ്പിക്കാനുള്ള സമയമായി. അത് വേണ്ട, ഇപ്പൊ അതൊന്നും വേണ്ട മോനെ. നമ്മുടെ അവസ്ഥ അതിന് പറ്റിയല്ല. ഓരോ വാശിയും വൈരൊക്കെ നേടാൻ നമ്മളെ കൊണ്ടാവില്ല. വെറുതെ ഈ പാവങ്ങൾ നമ്മളെ കൂടെ കഷ്ടപ്പെടും. ഉസ്താദ് അമ്മാരി വർത്താനം പറയരുത്. നമ്മളും ചെറുപ്പം മുതലേ ഇവിടുത്തെ കല്ലും മണ്ണും നിന്ന് വളർന്നവരൊക്കെ തന്നെ. അവിടുന്ന് ഇവിടുന്ന് വന്ന കണ്ട ആപ്പ ഒപ്പുകളെ പേടിച്ച് കാണലല്ല. ഇവിടെ ഞങ്ങൾ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. മോനെ ഫൈസി, അതിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഓരെ പേടിക്കണെന്ന്? ഇതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവല്ലോ ഉപ്പുപ്പ. എന്തു വന്നാലും ഹോട്ടൽ വീണ്ടും തുറപ്പിക്കണം. മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി വെറുതെ നാമിതിലേ ഏതോ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി താഴെ മണ്ണിൻ നേരും തേടാറായി ഒരേ നിറം സ്വരം. പെണ്ണ് കാണലിന് മെഹറൂഫിന്റെ വീട്ടുകാരിട്ടതാ. ഇനി ഒരേ വഴി മൊഴി ശ്രുതി. മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി വെറുതെ നാമിതിലേ ഏതോ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി താഴെ മണ്ണിൻ നേരും തേടാറായി ഒരേ നിറം സ്വരം. ഇനി ഒരേ വഴി മൊഴി ശ്രുതി. മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേറ കിളികളായി വെറുതെ നാമിതിലേ
ചേക്കേറാ കിളികളായി മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി വെറുതെ നാം ഇതിലേ ഏതോ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി കോഴിക്കോട്ടെ സാധാരണക്കാർക്കും പണക്കാർക്കും ഇടയിൽ ഒരേപോലെ പ്രശസ്തമായ ഉസ്താദ് ഹോട്ടൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടുകയുണ്ടായി. ശക്തരായ ബിസിനസ്സുകാരുടെ കരങ്ങളാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷേ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉസ്താദ് ഹോട്ടലിന്റെ ഉടമസ്ഥൻ കരീം കായും അവിടെ ജോലിയെടുക്കുന്നവരുടെ കുടുംബങ്ങളും ചേർന്ന് ചെറുകിട കച്ചവടക്കാർക്ക് ഒരു മാതൃകയാവുകയാണ്. 30 കൊല്ലമായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന യാതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഉസ്താദ് ഹോട്ടൽ വീണ്ടും തുറക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ന്യൂസ് ടീം കണ്ടെത്തിയ ലേറ്റസ്റ്റ് അണ്ടർ കവർ സ്റ്റോറി. ബീച്ച് ബേ ഇന്റർനാഷണൽ ഹോട്ടലിൽ വിദേശികൾക്ക് വിളമ്പിക്കൊടുത്തത് ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി. 35 രൂപയ്ക്ക് ഉസ്താദ് ഹോട്ടലിൽ വിൽക്കുന്ന ബിരിയാണി 350 രൂപയ്ക്ക് ബീച്ച് ബേ ഇന്റർനാഷണലിൽ. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലിയറൻസ് കിട്ടിയതോടെ പുതിയ പരിഷ്കാരവും ആവേശത്തിനൊപ്പം പുതിയ വിഭവങ്ങളുടെ മെനു ഇറക്കിക്കൊണ്ട് കോഴിക്കോടിന്റെ ഒരു ചിഹ്നമായ ഉസ്താദ് ഹോട്ടലിൽ ഈ വരുന്ന ഞായറാഴ്ച ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. ഏതോ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി താഴെ മണ്ണിൻ നേരും തേടാറായി ഒരേ നിറം സ്വരം. കുഞ്ചാക്കോ ബോബനല്ലേ? അല്ല, അമിതാഭ് ബച്ചൻ. Chef Philippe. Here. Thank you, Chef. Congratulations. ഉപ്പാ. എല്ലാം ശരിയായി. നിങ്ങൾ പറഞ്ഞതാ ശരി. കിസ്മത്തിന്റെ കാര്യം. ഷെഫ് ഫിലിപ്പ് ഫ്രാൻസിൽ ഒരു പുതിയ റെസ്റ്റോറന്റ് ഉണ്ട്. എന്നോട് കൂടെ ചെല്ലാനാ പറയണേ, എക്സിക്യൂട്ടീവ് ഷെഫായിട്ട്. ഇത്രയും കാലം ചെയ്തതിനൊക്കെ നല്ലൊരു റിസൾട്ടായി. പുപ്പ, നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞ് എന്റെ പാസ്പോർട്ട് മേടിച്ചാണ്. അതോടെ കൈ കിട്ടി എനക്ക് പറക്കാ. I can fly high! ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല ഉപ്പ. ഞാൻ ഒന്ന് ഇത്താത്തസിനോട് വിളിച്ചിട്ട് വരാം. പോരെ, ഒരു മിനിറ്റ്.
He needs rest for some more days. റിലാക്സ് നോ, ഇപ്പൊ സ്റ്റേബിൾ ആയല്ലോ. എനിക്കിപ്പോ വേറെ ടെൻഷനാ. ഉപ്പ ഇവിടെ തന്നെ നിക്കാൻ പറയാണ്ടിരുന്നാ മതിയായിരുന്നു. ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് പറ്റിയ സമയം. പറഞ്ഞാലും നിക്കാണ്ടിരുന്നാ പോരെ. പോകുന്നതിന് മുമ്പ് ഉപ്പുപ്പാക്ക് ഒരു കാര്യം ചെയ്തു തരുമോ? ആ മധുരയിലുള്ള ദോസ്തിന് ഇത്തിരി പൈസ എത്തിക്കണം, ഒരു കുറിപ്പും. അഡ്രസ് ഉമ്മറിന്റെ കയ്യിലുണ്ട്. ഇന്ന് തന്നെ പുറപ്പെട്ടു. നിങ്ങള് ഹോസ്പിറ്റലാകുമ്പോ ഞാന് പോണ്ടോർക്ക് എപ്പായാലും പോയേ പറ്റൂ. Excuse me, Mr. Narayan Krishnan. Yes. Kareemka from Calicut അയച്ചാണ്. Oh. പിന്നെ എവിടെയുണ്ട് നമ്മ കരീംക? He's fine. Actually, hospital. He had a heart attack. Oh, but he's fine now. ഒരു കത്ത് വന്നിട്ടുണ്ട്. அன்புள்ள நாராயண் கிருஷ்ணன், இந்த கடிதாசியோட உங்களை சந்திக்கிறது என் பேரன். அவனுக்கு எப்படி சமைக்கிறதுன்னு நான் கத்து கொடுத்துருக்கேன். ஆனா எதுக்கு சமைக்கணும்னு நீங்க தான் சொல்லி கொடுக்கணும். പൈസേ നീ വാ. Okay.
அழுகுறா? அது அவங்க கிட்ட கொடு, நீ சாப்பிடு. நல்ல பையன்ல, கொஞ்சம் 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 சாப்பிடு. இட்லி பிடிக்குமா? நீ உஸ்தாத் ஹோட்டல்ல வேலை பாக்குறியா? No, I'm a chef. Actually, ഫ്രാൻസിലേക്ക് പോവാ. അവിടെ ഒരു ജോലി കിട്ടി. In Marseille as an executive chef. எக்ஸிகியூட்டிவ் ஷெஃப். நான் கூட ஷெஃபா இருந்தேன் டாஜ்ல ரொம்ப நாள் முன்னாடி. Oh, I worked there for 12 years. okay. You see that old man? He changed my life. அப்ப நான் டாஜ்ல ஒர்க் பண்ணிட்டு இருந்தேன். இந்த மனுஷன் அன்னைக்கு நான் பார்த்தேன். பசி தாங்க முடியாம he was eating his own human waste. அப்போதான் யோசிச்சேன், what is the purpose of my life? I am working in a star hotel, feeding all my guests. ஆனா இங்க என் ஊர்ல என் ஜனங்க ஒருவேளை சாப்பாட்டு கூட வழி இல்லாம I took a decision. என்னோட வேலையை விட்டேன். அன்னையிலேருந்து இவங்களுக்கு சோறு போட ஆரம்பிச்சேன். மனுஷனுக்கு எது கொடுத்தாலும் பத்தாது, இன்னும் வேணும் இன்னும் வேணும்னு கேட்கும். சாப்பாட்டு விஷயத்துல அப்படி இல்லை, வயிறு நிறைஞ்சா போதும்னு சொல்லித்தான் ஆகணும். ஏந்திரிங்கப்பா, ஏந்திரி ஏந்திரி ஏந்திரி, மெதுவா ஏந்திரி. இன்னைக்கு மத்தியானம் நெருமேடு ஹெலன் கில்லர் ஸ்கூலுக்கு போகணும்ப்பா. எல்லாரும் ஒரு 8 மணிக்கெல்லாம் ரெடி ஆயிடணும். என்ன புரிஞ்சுதா? ஐசே, நீ ஒன்று பண்ணு, இன்னைக்கு நீ குக் பண்ணு. Okay. I mean, sure. Sir? ഞാനെന്താ ഉണ്ടാക്കണ്ടേ? വേറെ എന്നാ, ബിരിയാണി, കരീം ഖാ ബിരിയാണി.
நல்லா இருக்கா? அப்ப நான் சாப்பிட்டு பார்க்கணுமே. பைசி, எனக்கு தெரிஞ்சு இதான் உன்னோட பெஸ்ட் பிரியாணியா இருக்கும். அவ்வளவு நல்லா இருக்கியா? சைன் லாங்குவேஜ்ல உங்களுக்கு தேங்க்ஸ் சொல்றாங்க சார். വയറു നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. ഉസ്താദ് ഹോട്ടൽ അടച്ചു പോലെ. കരീംക്ക പോയി. മൂപ്പർക്ക് എന്താ തോളിലൊരു സഞ്ചി വിട്ട് നടന്ന് പണ്ടേ ഉള്ള ശീലല്ലേ. എല്ലാം പോയത് നമ്മക്കല്ലേ.
അങ്ങനെയാണ് ഉസ്താദ് ഹോട്ടൽ ഇന്ന് ഈ കാണുന്ന നിലയിലായത്. ഓരോ മോനെ പറഞ്ഞു പറഞ്ഞ് അണ്ണാക്കില് വെള്ളം പറ്റി. താങ്ക് യു മിർക്ക, സന്തോഷം. കേട്ടില്ലേ, ഉസ്താദ് ഹോട്ടലിന്റെ 60 വർഷത്തെ ചരിത്രം മുഴുവൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ചരിത്രമല്ല, ഇതൊരു കഥ കൂടിയാണ്. അതിമനോഹരമായ ഒരു സായം സന്ധ്യയിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ സൂഫി ഡാൻസ്, ഗസൽ, ആൾക്കാർ ഇതെല്ലാം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബിരിയാണിയുടെ മണത്തിന്റെ കാര്യവും വളരെ പ്രശസ്തമാണ്. ഇവിടെ ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന സമയത്ത് കോഴിക്കോടങ്ങാടിയിൽ മണമടിക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനൊക്കെ കാരണക്കാരൻ കരീംക്കയാണ്, കരീംക്കയുടെ സ്വാദ്. ഇവിടെ നമ്മുടെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളുണ്ട്. ഈ ഹോട്ടലിന്റെ പാസ്റ്റും പ്രസന്റും കണക്ട് ചെയ്യുന്ന കണ്ണി, ഉസ്താദിന്റെ മകനും ഫൈസിയുടെ ഉപ്പയുമായ ജനാബ് അബ്ദുൾ റസാഖ്. സാർ, എന്താണ് ഉസ്താദ് ഹോട്ടലിനെ പറ്റിയുള്ള അങ്ങയുടെ ഓർമ്മകൾ? ഓർമ്മ എന്ന് പറഞ്ഞ എന്റെ ഉപ്പാന്റെ എല്ലായിരുന്നു ഈ ഹോട്ടല്. ഞാനും ഇതിന്റെ അകത്താണ് വളർന്നതൊക്കെ. എന്റെ ചെറുപ്പത്തില് ഞാനായിരുന്നു ബിരിയാണിയൊക്കെ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കല്. ഫൈസിനെ കൊണ്ടും ഉപ്പ എല്ലാ ജോലിയും ചെയ്യിക്കുമായിരുന്നു. അതായിരുന്നു മൂപ്പരുടെ ഒരു രീതി. പിന്നെ ഇപ്പൊ ഉസ്താദ് ഹോട്ടലിന്റെ ഒരു ബ്രാഞ്ച് ദുബായിലും തുടങ്ങിയേക്കണ്. അത് ഓന്റെ ഇത്താത്തന്മാരാണ് നടത്തുന്നത്. പിന്നെ അൽഹംദുലില്ലാ ഓന്റെ ഒരു ഉത്സാഹം കൊണ്ട് എല്ലാം നന്നായിട്ട് നടന്നു വരുന്നു. പഠിച്ചോന്റെ ഒരു ഇദ്ദേഹമാണ് ഇവിടുത്തെ 3ാം തലമുറയിൽപ്പെട്ട ആൾ, ഫൈസി. അതായത് ഉസ്താദിന്റെ മകന്റെ മകൻ. ഇതാണോ ഉമ്മർക്ക് പറഞ്ഞ സുലൈമാനി കഥ? അതെ, ഷഹാന. ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് വെറും രുചിയുടെ കാര്യം മാത്രമല്ല, ഇവിടത്തെ സ്നേഹം കൂടിയാണ്. എങ്ങനെയാണ് ഇതെല്ലാം പഴയതുപോലെ തന്നെ നിലനിർത്താൻ പറ്റുന്നത്? ഉപ്പുപ്പ കാണിച്ചെന്ന അതേ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. അതേ റെസിപ്പീസ് ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്നത്. ഈ വിജയം ശരിക്കും ഉപ്പുപ്പാന്റെ ഒറിജിനൽ ടീമിന്റെ. ആകെയുള്ളൊരു സങ്കടം ഇതൊക്കെ കാണാൻ ഉപ്പുപ്പ ഇല്ലല്ലോ എന്നുള്ളതാണ്.